നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ 3 ആഴ്ചകളായി കേരളം കാണൂ എന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഭാഗമായി വയനാടിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് കണ്ട ശേഷം UK-യിലെയും യൂറോപ്പിലെയും ധാരാളം സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി കാണാൻ താല്പര്യമുണ്ടെന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹരമായി നിൽക്കുന്ന മൂന്നാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് യൂറോപ്പ് മലയാളി ജേണലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഒരു ഹോളിഡേക്ക് വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ വന്നപ്പോൾ ട്രിപ്പ് അഡ്വൈസറിലൊക്കെ അടിച്ചു നോക്കി ഏതാണ് ഏറ്റവും താമസിക്കാൻ നല്ല സ്ഥലമെന്ന്. അപ്പോൾ മനസ്സിലായി അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത് മൂന്നാർ ടീ കൺട്രി റിസോർട്ട്. ഇന്ന് നമ്മൾ മൂന്നാർ ടീ കൺട്രി റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. മൂന്നാർ ടീ കൺട്രി റിസോർട്ടിൽ വന്നപ്പോൾ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അജിത് കുമാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂന്നാർ ടീ കൺട്രി. താങ്ക് യു. വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഫാമിലി കസ്റ്റമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതാണ് ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയേക്കുന്നതും. കഴിഞ്ഞ വർഷം 2017 ബെസ്റ്റ് ഫാമിലി റിസോർട്ട് കേരളത്തിലെ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് അവാർഡും കിട്ടിയിട്ടുണ്ട് ട്രിപ്പ് അഡ്വൈസറിൻ്റെ. പ്ലസ് ഇന്ത്യയിലെ 4ാമത്തെ ബെസ്റ്റ് റിസോർട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫാമിലി റിസോർട്ട് ഇൻ ഇന്ത്യ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വിദേശ മലയാളി അല്ലെങ്കിൽ ഒരു NRI എന്നുള്ള രീതിയിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഇത്തരം അതിൻ്റെ ഒരു ഹൈജീനും ആ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? ഈ കൂട്ടായ്മയുടെ എക്സ്പീരിയൻസ് ആണ്. ബേസിക്കലി ഞങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പം എല്ലാം കാണുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ്. ഈ ഹൈജീൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ക്ലീൻ ആയ ഒരു സ്ഥലം. പിന്നെ നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കസ്റ്റമർ സർവീസിന് പല ലെവലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹയസ്റ്റ് പോയിന്റ് എന്ന് ഞങ്ങൾ പറയും ഫാമിലി. ബിക്കോസ് ഫാമിലി എന്ന് പറയുമ്പം സാധാരണ ഫാമിലി മൂവി എന്ന് വെച്ചാൽ 3 ജനറേഷൻസ് ആണ്. അപ്പൂപ്പനമ്മ, അച്ഛനമ്മ, കൊച്ചുമക്കളൊക്കെ. അപ്പൊ ഈ 3 ജനറേഷൻ ട്രാവൽ 3 ജനറേഷന്റെ റിക്വയർമെന്റ് വ്യത്യാസം. 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അവരുടെ 3 പേരുടെയും താല്പര്യം, 3 ജനറേഷന്റെ താല്പര്യമാണ് ഇവിടെ നമ്മൾ
ചെയ്ത് കൂട്ടിയേക്കുന്നത്. അതിനകത്ത് ഇപ്പം പ്രായമുള്ളവർക്ക് നടക്കാൻ സ്റ്റെപ്സ് ബുദ്ധിമുട്ടാണ്, റാമ്പ് ഉണ്ട്, ചെറുപ്പ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ അതേ രീതിയിലുള്ള ഫുഡുകളും എല്ലാം. അപ്പം ഈ എക്സലൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി 3 ജനറേഷൻ്റെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി അതൊരു ഹൈ USP പോയിന്റ് ആയി നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു റിസോർട്ട് ഇവിടെ എവിടെയില്ല. യൂറോപ്പിൽ നിന്ന് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? മൂന്നാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് മലയാളിക്കും അറിയാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ. പക്ഷെ എത്രയോ മലയാളി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ എൻ്റെ കാര്യം പറയണമെങ്കിൽ എനിക്ക് ഇത് പറയുന്നതിൽ വിഷമമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വയനാടിനെ കുറിച്ച് ഒരു ചെറിയ പ്രോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ അതേ അനുഭവമുള്ള ധാരാളം മലയാളികളുണ്ട്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ സാധാരണ വന്നിട്ടുള്ള ഹോളിഡേക്ക് പോകുന്നതെല്ലാം വേറെ രാജ്യങ്ങളിലാണ്. കേരളത്തിൽ ഹോളിഡേക്ക് ഒരിക്കലും വരാറില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടുത്തെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വില്ല കൺസെപ്റ്റാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വിളി വന്നു കഴിയുമ്പോൾ ഒരു ഹോട്ടലല്ല, ഒരു വീട് മാതിരിയാണ്. അതിൻ്റെ രീതി, അതിൻ്റെ മുറ്റം, മുറ്റത്ത് വന്നിരിക്കാം, വീട്ടിനകത്ത് ഒരു ഹാളും ബെഡ്റൂമും ഒക്കെ ഉള്ള ഒരു കോട്ടേജ് ടൈപ്പ് ഉള്ള ഒരു കൺസെപ്റ്റാണ്. എൻ്റെ വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിസോർട്ടിൽ ഇരിക്കുന്നതായിട്ട് തോന്നത്തില്ല, ഒരു വീട്ടിൽ ഇരിക്കുന്ന മാതിരിയാണ്. അപ്പം പിള്ളേർ ഓടി നടക്കുന്ന എല്ലാം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ബസ് ലൊക്കേഷൻ മാറി, ഡെസ്റ്റിനേഷൻ മാറി, ഒരു ഇതാണ്. ഏതായാലും താങ്കളുടെ ഈ പ്രോജക്റ്റിന് വളരെയധികം ഭാവുകങ്ങൾ നേടുന്നു. മൂന്നാറിലെ ചിത്തിരപുരം എന്ന ഒരു കൊച്ചു സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെ ലോകത്തിലെ എല്ലാ സഞ്ചാരികളെയും ആകർഷിക്കണമെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടാക്കണം. നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്ടറെ ശ്രീ ശൈലേഷ് നായരെ പരിചയപ്പെടും. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ കണ്ടത് ധാരാളം വിദേശികളാണ് ഇവിടെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ഇവിടെ വന്നിട്ടില്ല, പക്ഷേ വിദേശത്തുള്ള ജർമ്മനി, ഓസ്ട്രിയ, ഈവൻ ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ സ്ഥലത്തു നിന്ന് ധാരാളം ആൾക്കാർ മൂന്നാറിൽ വരുന്നു. ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഇത് ഞങ്ങൾ മൾട്ടിപ്പിൾ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഫ്രണ്ട്സ് ആണ്. അവിടെ ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ബിക്കോസ് കേരളം വരുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല, കേരളം ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ടൂറായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാറിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റേ നോർമലി വരുന്നത്. 2 ദിവസം അവർ ആവറേജ് സ്പെൻഡ് ചെയ്യും മിനിമം. ഇപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ 5 ദിവസം നിറഞ്ഞു നിൽക്കുന്ന ആക്ടിവിറ്റീസ്, സൈറ്റ് സീയിങ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ മെയിൻലി മാർക്കറ്റിൽ എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോൾ, ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ തന്നെ ഇരുന്നാൽ തന്നെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒന്നാമത് ക്ലൈമറ്റ്, പിന്നെ നമുക്ക് ഇവിടെ ഈ കാണുന്നത് പോലെ ക്ലൗഡ്സ് എല്ലാം ഇങ്ങ് താഴെ കാണുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്ന് ചുമ്മാ ഇരുന്നാൽ തന്നെ നമുക്ക് സമാധാനം കിട്ടും. ഇവിടെ വരുന്നതിൽ 2 ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. ഒന്ന് സൈറ്റ് സീയിങ്ങിന് പോകണം, അവർക്ക് പല സ്ഥലങ്ങൾ കാണണം. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്, പിന്നെ ജീപ്പ് സഫാരിക്ക് പോകുന്നുണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ്. പിന്നെ പലരുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. ഇതൊരു നമ്മൾ ലാർജ് ഒരു ക്യാൻവാസ് ആയിട്ടാണ് പറയണത്. ഇവിടെ തന്നെ ഇരുന്നിട്ട് നമ്മളൊരു മണിക്കൂർ ഇവിടെ ഇരുന്നാൽ മതി, ഈ ക്യാൻവാസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കറക്റ്റാണ്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് പല പ്രാവശ്യം പല കളർ മാറി. അതെ. അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി തന്നെ പലരും വരുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ ഹോളിഡേയെ കുറിച്ചിട്ടുള്ള, അതായത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ കേരള എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകളും അത് എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്? ഗവൺമെൻറ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരള ടൂറിസമാണ് നമ്പർ 1 നിൽക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നോക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ട് നല്ലോണം നമുക്കുണ്ട്. ഇൻ ടേംസ് ഓഫ് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഡെസ്റ്റിനേഷൻ സപ്പോർട്ട്, മാർക്കറ്റിംഗ് മെറ്റീരിയൽ സപ്പോർട്ട്,
സപ്പോർട്ട് എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയാണ്. അത് ഇനി അങ്ങോട്ട് പോകുമ്പം അത് ഇനിയും നന്നായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഓ യെസ്, കേരള ടൂറിസം തന്നെ പലയിടത്തും ഇന്റർനാഷണലും ഡൊമസ്റ്റിക് ആയിട്ട് റോഡ് ഷോസ് പാർട്ട്ണർഷിപ്പ് മീറ്റ് എന്ന് പറഞ്ഞ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പോകുന്ന UK നടക്കുന്ന വേൾഡ് ട്രാവൽ മാർട്ട് പോലത്തെ ഉള്ള കാര്യങ്ങൾ. അത് ഒരു എക്സിബിഷനാണ്. ഇത് റോഡ് ഷോസ് ആണ്, ട്രേഡ് ഫോക്കസ്ഡ് ആണ് പ്രൈമറിലി. അവിടെ ഉള്ള ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അതാണ് കേരള ടൂറിസം ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഈ 2 വർഷം കൊണ്ട് ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ താങ്കളുടെ എഫർട്ട് ശരിക്കും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അച്ചീവ് ചെയ്തു. ഇന്ന് ട്രിപ്പ് അഡ്വൈസറിൽ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ നമ്പർ 1 ഫാമിലി റിസോർട്ടായിട്ടാണ്. അല്ല, ഞാൻ അതിൽ നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. അതെ, ട്രിപ്പ് അഡ്വൈസറിൽ നോക്കിയപ്പോൾ നമ്പർ 1 ആയിട്ട് കിടക്കുന്നു. അതിന് റീസൺ ഉണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ആസ് എ ടീം ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് അതിനൊരു പ്രൊഡക്റ്റീവ് റിസൾട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും എയിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതല്ല. നമ്മൾ പറയുന്ന സംഗതി നമ്മൾ ചെയ്യും, അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് മാത്രം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡെലിവറി ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഡെലിവറി ചെയ്തു കൊടുക്കുക. അത് ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്കിതുവരെ പറ്റിയിട്ടുണ്ട്. ഇനി മുന്നോട്ടും അതേപടി തന്നെ നടക്കുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. പ്രവാസ സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. മൂന്നാറിൽ വന്നാൽ 1-2 ദിവസമൊന്നും പോരാ കാണാനായിട്ട്. ഒരു 5 ദിവസമെങ്കിലും മിനിമം വേണമെന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് മൂന്നാറിൻ്റെ പ്രകൃതി മനോഹാരിത ഒപ്പിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് സെങ്കുളം ഡാം എന്ന് പറയുന്ന ഒരു പുതുതായിട്ട് നിർമ്മിച്ച ഡാമാണ്. മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലനിരകളും നദികളും ഒരുമിച്ചുള്ളത് കൊണ്ട് ഡാമുകൾ ഉണ്ടാക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ഈ സെങ്കുളം ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ബോട്ടിംഗ് ആണ് പ്രധാനമായിട്ടും. സ്പീഡ് ബോട്ടും സാധാരണ ഉള്ള ബോട്ടുകളും എൻജോയ് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ ഈ സെങ്കുളം ഡാമിൽ വരാറുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ആ പള്ളിവാസലിൽ അതിന് ഉപയോഗിച്ചതിന് ശേഷം തുറന്നു വിടുന്ന വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഈ സെങ്കുളം ഡാം ഉപയോഗിക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു മിനിമം ലെവൽ വെള്ളം എന്നെ കീപ്പ് ചെയ്യും. കാരണം ഈ ബോട്ടിങ്ങിന് ആൾക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു മിനിമം വെള്ളം വേണം. അപ്പോൾ ഇവിടെ നിന്ന് ഇത് തുറന്നു വിടാറില്ല. ഇവിടെ നിന്ന് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് പോകുന്നത്
വെള്ളത്തൂവൽ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിയുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെയും വീണ്ടും വെള്ളത്തെ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. ഈ കാണുന്ന എല്ലാം വനമേഖലയാണ്. ഇവിടുത്തെ പ്രധാന ആദിവാസികൾ എന്ന് പറയുന്നത് മുതുവാൻ എന്ന് പറയുന്ന ഒരു സമുദായക്കാരാണ്. ആ സമുദായക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേകം അനുവാദം പല കാര്യങ്ങൾക്കും ഈ മുതുവാൻ സമുദായത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനുദാഹരണമാണ് ഈ കാണുന്ന സ്ഥലത്ത് മീൻ പിടിക്കാനുള്ള അധികാരം ആർക്കുമില്ല. പക്ഷേ മുതുവാൻ എന്ന് പറയുന്ന സമുദായക്കാർക്ക് ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള അധികാരം സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അസ്ഥാനത്തായി വലിയ വലിയ കുറച്ച് കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ പ്രകൃതിക്ക് ഇണങ്ങി പോകുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പള്ളിവാസൽ എന്ന് പറയുമ്പോൾ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രോജക്റ്റാണിത്. ഇത്രയും ഫോഴ്സിൽ വെള്ളം മുകളിൽ ഈ പൈപ്പിലൂടെ കൊണ്ടുവന്ന് ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഈ പൈപ്പ് ലൈനിൻ്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല. എത്രയോ ആഴത്തിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണാം, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്രത്തോളം ആഴത്തിൽ ഇത് പോകുന്നുണ്ടെന്ന്. മൂന്നാറിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നദികളും എല്ലാം ഉൾപ്പെടെയുള്ള അത്തരം വിനോദസഞ്ചാരികൾക്ക് ഒരു പറുദീസ തന്നെയാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആറ്റുകാട് വാട്ടർഫോൾ എന്ന് പറയുന്നതാണ്. ചൂടിൻ്റെയും വരൾച്ചയുടെയും ആഘാതം ഈ വാട്ടർഫോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും വരൾച്ച ഉള്ളൊരു സമയമായതുകൊണ്ടാവാം വെള്ളം കുറച്ച് കുറവാണ്. ഒരു പക്ഷേ നിങ്ങൾ വരുന്ന സമയത്ത് ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സമയം കൂടിയായിരിക്കും. വരൾച്ചയുടെ ആഘാതം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ പാറക്കൂട്ടങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. വെള്ളം വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയാം. മൂന്നാറിൽ വരുമ്പോൾ നമ്മൾ ഒരു ഏരിയ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത്. പാറക്കെട്ടുകളുണ്ട്, ചെറിയ ചെറിയ വഴികളുണ്ട്. യഥാർത്ഥത്തിൽ നഗരത്തിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കണം എന്ന് തോന്നുമ്പോൾ മൂന്നാർ ഒരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ.
മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു കാര്യം അറിഞ്ഞു. ഇവിടെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ ഈ മെൻ്റലിയും ഫിസിക്കലിയും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം നോക്കുന്ന ഒരു സ്കൂളാണ്. ബേസിക്കലി ഫണ്ടഡ് ബൈ ടാറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ കുട്ടികളെയും ഇത് എന്താണ് ഇവിടെ ഒരു ചാരിറ്റി ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കാം. നമുക്കിതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമുക്ക് റോസമ്മ ടീച്ചറുണ്ട്. നമസ്കാരം ടീച്ചർ. എന്താണ് ഈ സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ? ഇത് വന്ന സ്കൂളാണ്. ഇവിടെ നമുക്ക് 5 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ ഇത് മെൻ്റലി ചലഞ്ചഡ് ഉണ്ട്, ഫിസിക്കലി ഉണ്ട്, ബ്ലൈൻഡ് ഉണ്ട്. എല്ലാം തോട്ടം തൊഴിലാളി കുട്ടികളാണ്. നോർമലായിട്ടുള്ള കുട്ടികളല്ല, സ്പെഷ്യൽ ചിൽഡ്രനാണ്. കൂടുതലും മെൻ്റലി ചലഞ്ചഡ് ആണ്. അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ച അനുസരിച്ചാണ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് തരംതിരിക്കുകയും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ലെവൽ, ഡിസബിലിറ്റി ലെവൽ അനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. റീഡിങ്, റൈറ്റിംഗ്, എഴുതാനും വായിക്കാനും കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അതനുസരിച്ച് കൊടുക്കുന്നു. അത് വയ്യാത്തവർക്ക് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി, അപ്പോൾ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷനും അറ്റൻഷൻ സ്പാനും ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 18 വയസ്സാകുമ്പോഴേക്കും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. ആക്കിയെടുക്കുകയാണ്. ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഇവിടെ അല്ലേ? ഇല്ല, ഒത്തിരി ക്ലാസ്സുകൾ എന്ന് പറയാൻ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ റേഷ്യോയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, ഇത്രയാണ് നമ്മുടെ ക്ലാസ് തരംതിരിച്ചിരിക്കുന്നത്. പിന്നെ ഹിയറിംഗ് ഇമ്പേർഡ്. ഇതിപ്പോ നമ്മൾ മാത്രം ചെയ്യുന്നതാണോ അതോ ഗവൺമെന്റ് തരത്തിലുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് അവർ കൊടുക്കുന്നുണ്ടോ? ഇത്ര പഠിച്ചു, അങ്ങനെ പഠിച്ചു എന്നുള്ള, ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായി എന്നൊക്കെ പറയുന്ന കണക്കുള്ള എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ പ്രാപ്തിയാക്കുക എന്നാണ്. അല്ല നമ്മളൊരു സർട്ടിഫിക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അല്ല, ഇപ്പൊ ടീച്ചർ ഇവിടെ ഒരു ക്ലാസ് എടുക്കുകയാണല്ലോ. അപ്പൊ എത്ര കുട്ടികളാണ് ഉള്ളത്? ഇവിടെ എനിക്ക് 8 പേരാണ്. 8 പേരാണ്. എന്ത് ഓട്ടിസം ലെവലാണ്. ഓട്ടിസം ഉണ്ട്. നമുക്ക് അവരെ കുട്ടികളെ ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് ഓട്ടിസം ഉള്ള കുട്ടികളെയാണ്. ഇവരെല്ലാം ഇപ്പോൾ എത്ര കാലമായി ഇവർ തുടങ്ങിയിട്ട്? 7 വർഷമായി. 7 വർഷമായിട്ട് ക്ലാസ്സിലേക്ക് വന്നു. അത് ഇവിടെ ഏജ് ലെവൽ വന്ന് 14-നും 16-നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ വന്ന് അവന് സിവിയറാണ്. അവന് സംസാരിക്കാൻ ശേഷിയില്ല. ഇവനും സംസാരിക്കാൻ ശേഷിയില്ല. ഈ കുട്ടിക്ക് സംസാരിക്കാൻ ശേഷിയുണ്ട്, പക്ഷെ എഴുത്തും വായനയും ഇല്ല. എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഓക്കെ. എന്താ പേരെന്താ? പേര് അപ്പൊ ഈ ഓട്ടിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ടുള്ള പുതിയ സാഹചര്യമായിട്ട് ഇണങ്ങാനുള്ള സമയമെടുക്കും. അപ്പൊ അവന് എല്ലാം പിക്ചറൈസ്ഡ് ആണ്. സംസാരശേഷിയില്ല. അവന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്കും അറിയാമെങ്കിൽ അവനെ പിക്ചർ കൊടുത്തിട്ട് അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി അവനത് അറിയാമെന്ന്. ഇപ്പോൾ ആ കുട്ടിക്ക് 17 വയസ്സാകാൻ പോണു. ഇപ്പൊ അവന് 200-ന് മേൽ വാക്കുകൾ അവന്റെ മനസ്സിലുണ്ട്. നമ്മൾ ആ പിക്ചർ എടുത്ത് കൊടുത്താൽ ഉടനെ അത് എഴുതും. അങ്ങനെ കുറച്ചൊരു ബ്രില്യൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡിസബിലിറ്റിയുടെ ആ ഏജ് ആകും തോറും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങും അനുസരിച്ച് ഇപ്പൊ അവന് നമ്മളുടെ എന്ത് കൊടുത്താലും, എന്ത് നമ്മളൊരു കൊടുത്താലും ഉടനെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സിവിയർ ആണ്. അതുപോലെ തന്നെ ഇത് ടോട്ടലി ബ്ലൈൻഡ് ആണ്. ബ്ലൈൻഡിന് ബ്രെയിൽ റീഡിങ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീഡിംഗ് ആണ്, റൈറ്റിംഗിലേക്ക് വന്നില്ല. റീഡിംഗ് ചെയ്യാൻ പറ്റും. ആൽഫബറ്റ് വേർഡ്സ് ഒക്കെ തൊട്ട് നോക്കി പഠിക്കുകയാണ്. ഓക്കെ. ഒരു ടീച്ചർ തന്നെ ആയിരിക്കും അവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. പുതിയ ടീച്ചർ വന്നാൽ അവരുമായിട്ട് ഇണങ്ങാൻ സമയമെടുക്കും. ടീച്ചറുണ്ട്, മ്യൂസിക് ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, അവരൊക്കെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൂടെ കൂടുതൽ സമയം പ്രധാനമായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. ഏത് ആക്ടിവിറ്റിയുടെ കൂടെയും ആ ടീച്ചർ കൂടെ ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സിലും ഒരു ടീച്ചറിന്റെ കീഴിലാണ് മറ്റു കുട്ടികൾ വരുന്നത്. അപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവായിരിക്കും. എണ്ണം കുറവാണെങ്കിൽ നമ്മുടെ കേരള സിലബസ് അനുസരിച്ച് 5:1 ആണ്. ഓക്കെ. 5:1. അപ്പോൾ ഒരു ടീച്ചറിന് 5 കുട്ടികളെ മാനേജ് ചെയ്യാം. ആ റേഷ്യോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുണ്ട്. കൂടിപ്പോയെന്ന് കരുതി പ്രശ്നമൊന്നും ഇല്ല.
അപ്പോൾ ഇവരെല്ലാം ടീച്ചറുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. വളരെ അടുപ്പത്തിലാണ്. എന്നോടാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. പ്രീ പ്രൈമറി തേർഡാണ് ഇത്. ഓക്കെ, അത് പ്രൈമറിയിലുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് എഴുതാനും വായിക്കാനും അറിയാം. കുട്ടികളുടെ പ്രൈമറി നീഡാണ് റീഡിങ് റൈറ്റിംഗ്. ഓക്കെ. ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കായുള്ള സൃഷ്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മൂന്നാറിൽ വരുമ്പോൾ ഈ സൃഷ്ടിയും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ നടത്തുന്ന വെൽഫെയർ ആയിട്ട്, കുട്ടികളുടെ വെൽഫെയറിനായി നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൃഷ്ടി. മൂന്നാറിലെ കാഴ്ചകൾ കാണാൻ ധാരാളം ദിവസം വേണ്ടിവരും. ഏതായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.